PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ സിലബസിൽ നിന്നും ബാങ്കിങ്ങിലെ 7ാമത്തെ മൊഡ്യൂളിലെ പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, എൻഡോഴ്സ്മെൻറ്റ്, ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ഇവയൊക്കെയാണ്. കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിനും CSEB എക്സാമുകൾക്കും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത് ചെക്ക് പോലെ തന്നെ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 4 പ്രൊമിസറി നോട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 4 പ്രൊമിസറി നോട്ട്, 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, 6 ചെക്ക്. ഡെഫിനിഷൻ വരുന്നത് ഇങ്ങനെയാണ്: Promissory note is an instrument in writing containing an unconditional undertaking signed by the maker to pay certain sum of money only to or to the order of a certain person or to the bearer of the instrument. അതായത് ഒരാൾ കടത്തിന് സാധനം വാങ്ങി എന്ന് വിചാരിക്കുക. ഇത്ര രൂപ ഇത്ര നാൾക്കകം തരാം എന്ന് പർച്ചേസർ അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാനുള്ളയാൾ ഡെറ്റർ എഴുതി തയ്യാറാക്കി സൈൻ ചെയ്ത് ക്രെഡിറ്റർക്ക് കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ് പ്രൊമിസറി നോട്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ എ ഡെറ്റർ. ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ഓർ പ്രോമിസ് ടു പേ. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് സൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് സൈൻഡ് ബൈ എ ഡെറ്റർ ഓർ മേക്കർ. ദർ ആർ 2 പാർട്ടീസ് ഇൻ പ്രൊമിസറി നോട്ട്, മേക്കർ ആൻഡ് പേയി. ക്യാഷ് കിട്ടാനുള്ളയാളും ഈ പ്രൊമിസറി നോട്ട് കൊടുക്കുന്നയാളും. ഇങ്ങനെ 2 പാർട്ടീസാണ് പ്രൊമിസറി നോട്ടിലുള്ളത്. പ്രൊമിസറി നോട്ട് കൊടുക്കുന്നയാളെ അല്ലെങ്കിൽ ഡ്രോയറെ സാധാരണ മേക്കർ എന്നാണ് പറയുന്നത്. അക്സെപ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് പ്രൊമിസറി നോട്ട്. പ്രൊമിസറി നോട്ടിൻ്റെ കേസിലും അക്സെപ്റ്റൻസ് ആവശ്യമില്ല. എന്നാൽ അഫിക്സ് ഓഫ് സ്റ്റാമ്പ്സ് ആർ നെസസറി ഇൻ ദ കേസ് ഓഫ് പ്രൊമിസറി നോട്ട്. പ്രൊമിസറി നോട്ടിൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഇതൊക്കെയാണ് പ്രൊമിസറി നോട്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൽ 3ാമത്തേത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇതൊരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഒരാൾ കുറച്ച് ഗുഡ്സ് കടത്തിന് വിറ്റു, അതായത് ക്രെഡിറ്റിന് വിറ്റു. 3 മാസം കഴിഞ്ഞാണ് അതിൻ്റെ ക്യാഷ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 മാസത്തിനുള്ളിൽ ക്രെഡിറ്ററും ഡെറ്ററും തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകാതിരിക്കാൻ ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്ന ഒരു റിട്ടേൺ അക്നോളജ്മെൻ്റ് ആണ്, ഈ ഡെറ്റിനെ കുറിച്ചുള്ള റിട്ടേൺ അക്നോളജ്മെൻ്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഡയറക്ട്സ് ദ ഡെറ്റർ ടു പേ എ സെർട്ടൻ സം ഓഫ് മണി ഓൺ ഡിമാൻഡ് ഓർ ഓൺ ദ എക്സ്പയറി ഓഫ് എ സെർട്ടൻ പീരീഡ്. അതായത് ഇത്ര കാലത്തിന് ശേഷം അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എപ്പോഴാവശ്യപ്പെടുന്നുവോ അപ്പോൾ ഇത്ര ക്യാഷ് തരണം എന്ന് ക്രെഡിറ്റർ ആവശ്യപ്പെടുന്ന ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. It is a written acknowledgement of a debt given by one person to another. It is drawn by creditor upon his debtor. ഇത് ഡ്രോൺ ചെയ്യുന്നത് ക്യാഷ് കിട്ടാനുള്ള ആളാണ്. പ്രൊമിസറി നോട്ടിൻ്റെ കേസിൽ ക്യാഷ് തരാമെന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട് ക്യാഷ് കൊടുക്കാനുള്ള ആളാണ് മേക്ക് ചെയ്യുന്നത്. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ക്യാഷ് കിട്ടാനുള്ള ആൾ ക്രെഡിറ്ററാണ് ഒരു ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ അക്സെപ്റ്റൻസ് മസ്റ്റാണ്. ഈ ബില്ല് പ്രിപ്പയർ ചെയ്ത് ഡെറ്റർക്ക് കൊടുക്കുന്നു. ഡെറ്റർ അത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് ബില്ലാകുന്നുള്ളൂ. അതിനു മുമ്പ് ഇതിനെ ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. According to Section 5 of the Indian Negotiable Instrument Act 1881, a bill of exchange is an instrument in writing containing an unconditional order signed by the maker directing a certain person to pay certain sum of money only to or to the order of a certain person or to the bearer of the instrument. The act of giving consent to the bill by the drawee by putting his signature on the face of the bill with or without the word accepted is known as acceptance of a bill. ഈ ബില്ല് കിട്ടുന്ന ആൾ അക്സെപ്റ്റഡ് എന്ന് എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം, പക്ഷെ സൈൻ ചെയ്യണം. അങ്ങനെ സൈൻ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യണം. അതാണ് അക്സെപ്റ്റൻസ് ഓഫ് ബില്ല് എന്ന് പറയുന്നത്. എ ബിൽ ബിഫോർ അക്സെപ്റ്റൻസ് ഈസ് കോൾഡ് എ ഡ്രാഫ്റ്റ്. അക്സെപ്റ്റൻസിന് മുമ്പുള്ള ബില്ല് ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്.
After acceptance, drawee can also be called acceptor. There are three parties in bill of exchange: drawer, drawee, payee. ഡ്രോയർ എന്ന് പറയുന്നത് സാധനം വിറ്റയാളാണ്, അതായത് ക്യാഷ് കിട്ടാനുള്ള ആളാണ്. ദ പേഴ്സൺ ഹു ഡ്രോസ് ഓർ റൈറ്റ്സ് ദ ബിൽ ഈസ് കോൾഡ് ദ ഡ്രോയർ ഓർ മേക്കർ. ദ ഡ്രോയർ മസ്റ്റ് ബി ദ സെല്ലർ ഓർ ക്രെഡിറ്റർ ടു ഹൂം മണി ഈസ് ഓവിങ്. ഈ ഡ്രോയർ മസ്റ്റായിട്ടും ആരായിരിക്കണം? ക്രെഡിറ്റർ ആയിരിക്കണം, അതായത് സെല്ല് ചെയ്ത ആളായിരിക്കണം. രണ്ടാമത്തെ ഡ്രോയി, ഈ ഗുഡ്സ് വാങ്ങിയ ആളാണ്, ക്യാഷ് കൊടുക്കാനുള്ളയാൾ. ദ ഡ്രോയി ഈസ് ദ പേഴ്സൺ ഓൺ ഹൂം ദ ബിൽ ഈസ് ഡ്രോൺ. ആർക്ക് വേണ്ടിയാണോ ആ ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത് അയാളാണ് ഡ്രോയി. ഹീസ് ദ പർച്ചേസർ ഓർ ഡെറ്റർ ഹു ഈസ് ഓർഡേഡ് ബൈ ദ ഡ്രോയർ ടു പേ ദ എമൗണ്ട്. ഡ്രോയി ആണ് ക്യാഷ് കൊടുക്കാനുള്ളത്. മൂന്നാമത്തേത് പേയി. ദ പേഴ്സൺ ഹു ഹാസ് ദ റൈറ്റ് ടു റിസീവ് ദ എമൗണ്ട് ഓഫ് ദ ബിൽ ഈസ് കോൾഡ് പേയി. ദ പേയി മേ ബി എ തേർഡ് പേഴ്സൺ ഓർ ദ ഡ്രോയർ ഹിംസെൽഫ്. അതായത് ആക്ച്വലി ക്യാഷ് കിട്ടാനുള്ള ആളാണ് പേയി എന്ന് പറയുന്നത്. പേയി ഡ്രോയർ തന്നെ ആവാം, ബില്ല് പ്രിപ്പയർ ചെയ്യുന്ന ആൾ തന്നെ ആവാം, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ആവാം. ഈ തേർഡ് പേഴ്സൺ ആവുന്ന കേസ് എന്ന് പറയുന്നത്, ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സെയിൽസ്മാൻ ആണ് സാധനം വിറ്റത് എങ്കിൽ സെയിൽസ്മാൻ ആണ് ബില്ല് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ സെയിൽസ്മാൻ ഡ്രോയർ ആണ്, ക്യാഷ് തരാനുള്ളയാൾ ഡ്രോയി ആണ്. ആക്ച്വലി ക്യാഷ് റിസീവ് ചെയ്യേണ്ടത് ആരാണ്? ആ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റാണ്. ക്യാഷ് കൊടുക്കാനുള്ളയാൾ ഒന്നുകിൽ ആ ക്യാഷ് സെയിൽസ്മാന് കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സൂപ്പർ മാർക്കറ്റിൽ തന്നെ കൊടുക്കാം. ദ പേയി മേ ബി എ തേർഡ് പേഴ്സൺ ഓർ ദ ഡ്രോയർ ഹിംസെൽഫ്. രണ്ട് തരത്തിലുള്ള ബില്ലുകളുണ്ട്: ടൈം ബിൽ ആൻഡ് ഡിമാൻഡ് ബില്ല്. ടൈം ബിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം ആ ക്യാഷ് കൊടുക്കണം. ഇഫ് എ ബിൽ ഈസ് പേയബിൾ ഓൺ ദ എക്സ്പയറി ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ഇറ്റ് ക്യാൻ ബി കോൾഡ് എ ടൈം ബിൽ. ഇത്ര സമയത്തിന് ശേഷം ആ ക്യാഷ് കൊടുക്കണം എന്ന് കാണിച്ചുകൊണ്ട് ഉള്ള ബില്ലാണ് ടൈം ബില്ല്. എന്നാൽ ഡിമാൻഡ് ബിൽ എന്ന് പറയുന്നത്, ഇഫ് എ ബിൽ ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്, ഇറ്റ് ബിക്കംസ് എ ഡിമാൻഡ് ബില്ല്. ഡിമാൻഡ് ബില്ലെന്ന് പറയുന്നത് എപ്പോൾ ആവശ്യപ്പെട്ടാലും ആ ക്യാഷ് തരണം, അതാണ് ഡിമാൻഡ് ബില്ല്. ഒരു ബില്ല് ഡ്രോ ചെയ്യുന്ന ഡേറ്റ് മുതൽ മെച്യൂരിറ്റി ഡേറ്റ് വരെയുള്ള ആ ഇടയ്ക്കുള്ള ആ സമയത്തിന് ടേം ഓഫ് ബിൽ, അല്ലെങ്കിൽ ടെനർ ഓഫ് ബിൽ, അല്ലെങ്കിൽ യൂസൻസ് ഓഫ് ബിൽ എന്നൊക്കെ പറയും. ഈ എക്സ്പയറി ഡേറ്റ്, മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞ് 3 എക്സ്ട്രാ ഡേയ്സ് കൊടുക്കും. ആ എക്സ്ട്രാ ഡേയ്സിനെയാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. 3 എക്സ്ട്രാ ഡേയ്സ് ഓവർ ദി നോമിനൽ ഡ്യൂ ഡേറ്റ് ലീഗലി ഗിവൻ ടു ദ അക്സെപ്റ്റർ ഓഫ് എ ബിൽ ടു മേക്ക് പേയ്മെൻറ്റ് ആർ കോൾഡ് ഡേയ്സ് ഓഫ് ഗ്രേസ്. എക്സ്പയറി ഡേറ്റ്, മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞ് 3 എക്സ്ട്രാ ഡേയ്സ് കൊടുക്കും ക്യാഷ് കൊടുക്കുന്നതിന് വേണ്ടി. ആ എക്സ്ട്രാ ഡേയ്സിനെയാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ഒരു ബില്ല് ഡ്രോ ചെയ്യുന്ന ഡേറ്റാണ് ഡേറ്റ് ഓഫ് ഡ്രോയിങ്. മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്, മെച്യൂരിറ്റി ഡേറ്റ് ഓർ ഡ്യൂ ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് ദ ഡേറ്റ് ഓൺ വിച്ച് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിക്കംസ് പേയബിൾ. എപ്പോഴാണോ ആ ബില്ല് പേയബിൾ ആകുന്നത്, കൊടുക്കേണ്ടത്, ആ ഒരു സമയം ആണ് മെച്യൂരിറ്റി ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 എക്സ്ട്രാ ഡേയ്സ് കൂടി കൂട്ടിയാണ്. While calculating the date of maturity, 3 extra days called grace days are added to the period of the bill. അടുത്തത് എന്താണ് നോട്ടിംഗ്? ഒരു ബില്ല് ഡിസോണർ ആയാൽ അത് ഡിസോണറായി എന്ന് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ നോട്ടിംഗ്, അതായത് റെക്കോർഡ് ചെയ്യുന്നത് നോട്ടറി പബ്ലിക്കാണ്. നോട്ടറി പബ്ലിക്കിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ കോർട്ട് ആണ്. Noting is the act of recording the fact of dishonor of the bill by notary public. Notary public is a person appointed by the court or government for the purpose of recording the fact of dishonor of bill. Noting ഫോറിൻ ബിൽസിന് കമ്പൾസറി ആയിട്ട് ചെയ്യണം, ഇല്ലാൻഡ് ബില്ലിന് നിർബന്ധമില്ല. നോട്ടിംഗ് ഈസ് നോട്ട് കമ്പൾസറി ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻലാൻഡ് ബില്ല്, ബട്ട് ഇറ്റ് ഈസ് കമ്പൾസറി ഇൻ ദ കേസ് ഓഫ് ഫോറിൻ ബില്ല്. നോട്ടറി പബ്ലിക്ക് അവർ ചെയ്യുന്ന സർവീസിന് ചെറിയ ചാർജസ് ഈടാക്കും. അതിനെയാണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. ഈ നോട്ടിംഗ് ചാർജ് കൊടുക്കേണ്ടത് ബില്ലിൻ്റെ ഹോൾഡറാണ്. ബില്ല് ഹോൾഡ് ചെയ്യുന്ന ആരാണ്? ഡ്രോയർ, അല്ലെങ്കിൽ ക്യാഷ് കിട്ടാനുള്ളയാൾ. ഇയാളാണ് നോട്ടിംഗ് ചാർജസ് കൊടുക്കേണ്ടത്. പിന്നീട് അത് ക്യാഷ് തരാനുള്ള ആളിൽ നിന്നും ഈടാക്കാം. ആക്ച്വലി നോട്ടിംഗ് ചാർജസ് ആരുടെ എക്സ്പെൻസ് ആണെന്ന് ചോദിച്ചാൽ അത് അക്സെപ്റ്റർ അല്ലെങ്കിൽ ഡ്രോയിയുടെ എക്സ്പെൻസ് ആണ്. ദ നോട്ടറി പബ്ലിക് ചാർജസ് സെർട്ടൻ റെമ്യൂണറേഷൻ ഫോർ ഹിസ് സർവീസ്. ഇറ്റ് ഈസ് കോൾഡ് ദ നോട്ടിംഗ് ചാർജ്.
The amount of noting charge is paid by the holder of the bill, eventually recovered from the acceptor. It is an expense to the acceptor. അടുത്തത് പ്രൊട്ടസ്റ്റിംഗ്. എന്താണ് പ്രൊട്ടസ്റ്റിംഗ്? ആഫ്റ്റർ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹാസ് ബീൻ നോട്ടഡ്, the notary public will issue a certificate attesting the dishonor of the bill based on the noting. Such a certificate is called protest. നോട്ടറി പബ്ലിക് ബില്ല് ഡിസോണർ ആയത് റെക്കോർഡ് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് പ്രൊട്ടസ്റ്റ്. ഈ പ്രോസസ്സിനെയാണ് പ്രൊട്ടസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എൻഡോസ്മെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡോസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, അതായത് ചെക്ക്, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി, മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ചെക്കിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്യുന്നതിനെയാണ് എൻഡോസ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ചെക്കിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എ ബിക്ക് 50,000 രൂപയുടെ ചെക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. എ ഡ്രോയറാണ്, ബി പേയിയാണ്, അവിടെ ഡ്രോയി ആയിട്ട് വരുന്നത് ബാങ്കാണ്. അത് ചെക്കിൻ്റെ കേസിൽ. അപ്പം ബിക്ക് ബിയുടെ കയ്യിൽ 50,000 രൂപയുടെ ചെക്ക് ഉണ്ട്. ബി വേറൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ സിക്ക് 50,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് വിചാരിക്കുക. ബി എന്ത് ചെയ്യുന്നു? ഈ ചെക്കിൻ്റെ ബാക്കിൽ സൈൻ ചെയ്തിട്ട് 50,000 രൂപയുടെ ഈ ചെക്ക് സിക്ക് കൊടുക്കുന്നു. ഇങ്ങനെ സൈൻ ചെയ്ത് ചെക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എൻഡോസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആരാണോ എൻഡോസ് ചെയ്തത്, അതായത് ബി, എൻഡോസർ എന്നും ആർക്കാണോ എൻഡോസ് ചെയ്തത്, അതായത് സിയെ എൻഡോസി എന്നും പറയുന്നു. സിക്ക് വേണമെങ്കിൽ ഈ ചെക്ക് വീണ്ടും മറ്റൊരാൾക്ക് എൻഡോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻഡോസ്മെൻറ്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 15 എൻഡോസ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് CSEB ഒക്കെ. സെക്ഷൻ 15 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 15 എൻഡോസ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. എൻഡോസ്മെൻറ്റ് ഈസ് എ ലീഗൽ പ്രോസസ് ഓഫ് നെഗോസിയേഷൻ ഓഫ് ആൻ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് എ ഗ്യാരണ്ടി ബൈ എ ബാങ്ക് കൺഫേമിംഗ് ദാറ്റ് ഇറ്റ് വിൽ അപ്ഹോൾഡ് എ ചെക്ക് ഓർ അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. എൻഡോസ്മെൻറ്റ് ആപ്ലിക്കബിൾ ആവുന്നത് ഓർഡർ ഇൻസ്ട്രുമെൻറ്റിനാണ്, അല്ലെങ്കിൽ ഓർഡർ ചെക്കിനാണ്. ഓർഡർ ചെക്കും ബിയറർ ചെക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബിയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ ആര് ചെക്ക് കൊണ്ടുപോയാലും ബാങ്ക് ആ ചെക്ക് കയ്യിലുള്ള വ്യക്തിക്ക് ക്യാഷ് കൊടുക്കും. പക്ഷേ ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് ആ ചെക്കിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എൻഡോസ്മെൻറ്റ് ആപ്ലിക്കബിൾ ആകുന്നത് ഓർഡർ ഇൻസ്ട്രുമെൻറ്റിനാണ്. ദ പേഴ്സൺ ഹൂ എൻഡോസസ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് എൻഡോസർ. ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് എൻഡോസ്ഡ് ഈസ് കോൾഡ് എൻഡോസി. നമ്മൾ പറഞ്ഞതാണ്, ആരാണോ എൻഡോസ് ചെയ്യുന്നത് ആ വ്യക്തിയെ എൻഡോസർ എന്നും ആർക്കാണോ എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത് ആ വ്യക്തിയെ എൻഡോസി എന്നും പറയുന്നു. എൻഡോസ്മെൻ്റ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡായ ഇൻഡോർസത്തിൽ നിന്നാണ്. ഇൻഡോർസം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എൻഡോസ്മെൻറ്റ് ഉണ്ടായത്. ഈ ഇൻഡോർസം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഓൺ ദ ബാക്ക് എന്നാണ്. ചെക്കിൻ്റെ പുറകിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് എൻഡോസ്മെൻറ്റ്. ഇൻഡോർസം എന്ന് പറഞ്ഞ അർത്ഥം ഓൺ ദ ബാക്ക് എന്നാണ്. ഒരു ചെക്ക് ആർക്കൊക്കെ എൻഡോസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഒന്ന് ഡ്രോയർക്ക് അല്ലെങ്കിൽ മേക്കർക്ക്, പിന്നെ ഹോൾഡർക്ക്. എ ബിക്ക് എൻഡോസ് ചെയ്ത് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ എ മേക്കറാണ്, ബി ഹോൾഡറാണ്. ബിക്ക് വേണമെങ്കിൽ വീണ്ടും സിക്ക് കൊടുക്കാം, സിക്ക് വേണമെങ്കിൽ വീണ്ടും ഡിക്ക് കൊടുക്കാം. അങ്ങനെ മേക്കർക്കും ഹോൾഡർക്കുമാണ് ചെക്ക് എൻഡോസ് ചെയ്യാൻ കഴിയുന്നത്. അടുത്തത് കൈൻഡ്സ് ഓഫ് എൻഡോസ്മെൻറ്റ്. പലതരത്തിലുള്ള എൻഡോസ്മെൻ്റ് ഉണ്ട്. ആദ്യത്തേത് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ്. ബ്ലാങ്ക് എൻഡോസ്മെൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ജനറൽ എൻഡോസ്മെൻറ്റ്. The endorser merely signs on the back of the instrument without mentioning the name of the person to whom the instrument is endorsed. ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത് എൻഡോസർ സിംപ്ലി സൈൻ മാത്രം, ചെക്കിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ മാത്രം ഇട്ട് എൻഡോസ് ചെയ്യുന്നതാണ് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ്. പേര് മെൻഷൻ ചെയ്യുന്നില്ല. പേര് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ എൻഡോസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ എൻഡോസ്മെൻറ്റ്. ഇതിൽ പേരൊന്നും ഇല്ല, സൈൻ മാത്രം ഇട്ട്, ചെക്കിൻ്റെ പുറകിൽ സൈൻ മാത്രം ഇട്ട് കൊടുക്കുന്നതാണ്. രണ്ടാമത്തേത് ഫുൾ എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ്. ദ എൻഡോസർ മസ്റ്റ് സൈൻ ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ബൈ റൈറ്റിംഗ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് എൻഡോസ്ഡ്. ആർക്കാണോ ഇത് എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പേരും എഴുതി സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുന്നതാണ് ഫുൾ എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ്. The endorser prohibit the further negotiation of the negotiable instrument by adding the word only.
അതായത് ഒരാൾ എ ബിക്ക് എൻഡോസ് ചെയ്ത് ചെക്ക് കൊടുത്തു, ബിക്ക് വീണ്ടും സിക്ക് കൊടുക്കാൻ കഴിയില്ല, കാരണം ഫർദർ എൻഡോഴ്സ്മെൻറ്റ് ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. ഒള്ളി എന്ന വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് ആണ്, പിന്നീട് അത് എൻഡോസ് ചെയ്യാൻ കഴിയില്ല. ദ എൻഡോസർ പ്രൊഹിബിറ്റ് ദ ഫർദർ നെഗോസിയേഷൻ ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ബൈ ആഡിങ് ദ വേർഡ് ഒള്ളി. അടുത്തത് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെൻറ്റ്. ഒരു കണ്ടീഷൻ വെച്ചിട്ട് എൻഡോസർ എൻഡോസ് ചെയ്ത് കൊടുക്കുന്നതാണ് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ദ എൻഡോസർ ഇമ്പോസസ് എ കണ്ടീഷൻ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു റിസീവ് മണി ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, പേ എക്സ് ഓൺ അറ്റൈനിങ് ഏജ് ഓഫ് 18. 18 വയസ്സാകുമ്പോൾ എക്സിന് കൊടുക്കുക. ഇങ്ങനെ കണ്ടീഷൻ വെച്ചിട്ട് എൻഡോസ് ചെയ്യുന്നതിനെയാണ് കണ്ടീഷണൽ എൻഡോസ്മെൻ്റ് എന്ന് പറയുന്നത്. കണ്ടീഷണൽ എൻഡോസ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് ക്വാളിഫൈഡ് എൻഡോസ്മെൻറ്റ്. അടുത്തത് സാൻസ് റീകോഴ്സ് ഓർ സാൻവേവ് എൻഡോസ്മെൻറ്റ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ്, ദ എൻഡോസർ ലിമിറ്റ് ഹിസ് ലയബിലിറ്റി ആസ് ഹി വിൽ നോട്ട് ബി ലയബിൾ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ബിൽ ഇഫ് ദ അക്സെപ്റ്റർ ഫെയിൽസ് ടു പേ ഇറ്റ്. സാൻസ് റീകോഴ്സ് എൻഡോസ്മെൻറ്റ് എന്ന് വെച്ചാൽ എൻഡോസർ ഒരു ബില്ല് ഡിസോണറായാൽ അതിൻ്റെ ലയബിലിറ്റി തനിക്ക് ഇല്ല എന്ന് അറിയിച്ചുകൊണ്ട് സാൻസ് റീകോഴ്സ് അല്ലെങ്കിൽ വിത്തൗട്ട് റീകോഴ്സ് ടു മീ എന്ന് എഴുതി കൊടുക്കുന്നതാണ് സാൻസ് റീകോഴ്സ് എൻഡോസ്മെൻ്റ് എന്ന് പറയുന്നത്. സാൻസ് റീകോഴ്സ് എന്ന് എഴുതും, അല്ലെങ്കിൽ വിത്തൗട്ട് റീകോഴ്സ് ടു മീ എന്ന് എഴുതും. ഇതിൻ്റെ അർത്ഥം ലയബിലിറ്റി എനിക്ക് ഇല്ല എന്നാണ്. ദ എൻഡോസർ ഫ്രീ ഹിംസെൽഫ് ഫ്രം ദ ലയബിലിറ്റി ടു കോമ്പൻസേറ്റ് ദ എൻഡോസി in case of dishonor by writing the words sans recourse or without recourse to me. sans recourse എൻഡോസ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് സാൻവേവ് എൻഡോസ്മെൻറ്റ്. അടുത്തത് സാൻസ് ഫ്രേസ് എൻഡോസ്മെൻറ്റ്. ഇറ്റ് മീൻസ് വിത്തൗട്ട് എക്സ്പെൻസ്, വിച്ച് മീൻസ് ദ എൻഡോസർ ഈസ് ലയബിൾ ഫോർ ദ എമൗണ്ട് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഒള്ളി. ചെക്ക് അല്ലെങ്കിൽ ഒരു ബില്ല് ഡിസോണർ ആയാൽ ആ ബില്ല് എമൗണ്ടിന് മാത്രമേ എൻഡോസർ ലയബിൾ ആകുന്നുള്ളൂ, മറ്റ് എക്സ്പെൻസുകൾക്കൊന്നും ലയബിലിറ്റി ഇല്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള എൻഡോസ്മെൻ്റാണ് സാൻസ് ഫ്രേസ് എൻഡോസ്മെൻറ്റ്. ബില്ല് ഡിസോണർ ആയാൽ നമുക്കറിയാം നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് നോട്ട് ചെയ്യിക്കണം, അതിന് അവർ സർവീസ് ചാർജസ് ഈടാക്കും, അതിനെ നോട്ടിംഗ് ചാർജസ് എന്നാണ് പറയുന്നത്. സാൻസ് ഫ്രേസ് എന്ന് എഴുതി എൻഡോസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം എക്സ്പെൻസുകൾ ഒന്നും എൻഡോസറുടെ ലയബിലിറ്റി ആവില്ല. അതാണ് സാൻസ് ഫ്രേസ് എൻഡോസ്മെൻറ്റ്. അതിൽ ബിൽ എമൗണ്ട് അല്ലെങ്കിൽ ചെക്ക് എമൗണ്ടിന് മാത്രമേ എൻഡോസർ ലയബിൾ ആവുന്നുള്ളൂ. അടുത്തത് ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ്. എൻഡോസർ റൈറ്റ്സ് നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് ആഫ്റ്റർ എൻഡോസ്മെൻറ്റ്. എൻഡോസിയുടെ പേര് എഴുതിയതിന് ശേഷം നോട്ടീസ് ഓഫ് ഡിസോണർ എന്ന് എഴുതുന്നു. അതെന്താണ് അതിൻ്റെ അർത്ഥം? അതായത് എ ബിക്ക് എൻഡോസ് ചെയ്തിട്ട് ഒരു ചെക്ക് കൊടുക്കുന്നു, ബി സിക്ക് അത് എൻഡോസ് ചെയ്ത് കൊടുക്കുന്നു, സി ഡിക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ആ ഒരു ചെക്കിൻ്റെ എക്സ്പയറി ഡേറ്റ് ആവുന്നതിന് മുമ്പ് എത്ര വേണമെങ്കിലും എൻഡോസ് ചെയ്യാം. എന്നാൽ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് എഴുതിയാണ് എ എൻഡോസ് ചെയ്യുന്നതെങ്കിൽ സിയുടെ കയ്യിൽ നിന്നോ ഡിയുടെ കയ്യിൽ നിന്നോ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ചെക്ക് ഡിസോണർ ആവുകയാണെങ്കിൽ ഡിസോണറിൻ്റെ നോട്ടീസ് എയ്ക്ക് അയക്കേണ്ടതില്ല. ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ് എന്ന് വെച്ചാൽ നോട്ടീസ് ഓഫ് ഡിസോണർ ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതാണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ്. അടുത്തത് പെർ പ്രോ എൻഡോസ്മെൻറ്റ്. പെർ പ്രോ എൻഡോസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് സൈനിങ് ഡോക്യുമെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് സംവൺ. അതായത് ഒരു ഏജൻറ്റ് മറ്റൊരാൾക്ക് വേണ്ടി സൈൻ ചെയ്യുന്നതാണ് പെർ പ്രോ എൻഡോസ്മെൻറ്റ്. ഓൺ ബിഹാഫ് ഓഫ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പെർ പ്രോ എൻഡോസ്മെൻ്റ് ആണ്. ഏജൻറ്റ് മറ്റൊരാൾക്ക് വേണ്ടി സൈൻ ചെയ്യുന്നതാണ്. ആ ബില്ലുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസിനും ഏജൻറ്റിന് ലയബിലിറ്റി ഇല്ല. അതാണ് പെർ പ്രോ എൻഡോസ്മെൻറ്റ്. ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് ഓർ ജനറൽ എൻഡോസ്മെൻറ്റ്, ഫുൾ എൻഡോസ്മെൻറ്റ് ഓർ സ്പെഷ്യൽ എൻഡോസ്മെൻറ്റ്, റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ്, കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോസ്മെൻറ്റ്, സാൻസ് റീകോഴ്സ് ഓർ സാൻവേവ് എൻഡോസ്മെൻറ്റ്, സാൻസ് ഫ്രേസ് എൻഡോസ്മെൻറ്റ്, ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ്, പെർ പ്രോ എൻഡോസ്മെൻറ്റ്. ഇത്രയും ടൈപ്സ് ഓഫ് എൻഡോസ്മെൻറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അലഞ്ച് എന്താണെന്ന് നോക്കാം. An additional paper attached or pasted with a check for the purpose of endorsement is called allenge. ഒരു ചെക്കിൻ്റെ പുറകിൽ സൈൻ ചെയ്യാൻ സ്ഥലമില്ല, അവിടെ ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒരു അഡീഷണൽ പേപ്പർ അറ്റാച്ച് ചെയ്തിട്ട് എൻഡോസ് ചെയ്യാം. ആ പേപ്പറിനെയാണ് അലഞ്ച് എന്ന് പറയുന്നത്.
An additional paper attached or pasted with a check for the purpose of endorsement is called allenge. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, എൻഡോഴ്സ്മെൻറ്റ്, ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ഇതൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്